എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.3 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 3300 cc 160 ഹോഴ്സ് പവർ വാഹനമാണ്. 475 ടോർക്കാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് 5400 വീൽ ബേസ് കംപ്രസർ ഉള്ള ചേസസ് ആണ്. അതായത് AC കംപ്രസർ ഇൻബിൽട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. 5400 mm വീൽ ബേസ് ആണ്. 5400 mm വീൽ ബേസ്. ഈ ചേസിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.44 മീറ്റർ ആണ്. അതായത് 10440 mm ആണ് ചേസസിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. 3 പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 3 പീസ്. നിലവിൽ എല്ലാ വാഹനങ്ങളും ടാറ്റ മോട്ടോഴ്സിന്റെ ഷാസി വരുന്ന ബെസ്റ്റ് ഷാസിയിലെല്ലാം തന്നെ ചേസസ് മോഡുലാരിറ്റി വരുത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം മോഡുലാരിറ്റി വരുത്തിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും ചേസസ് ഇത്തരത്തിൽ സ്ട്രൈറ്റ് ഫ്രെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇപ്പം അൾട്രാ സീരീസ് വാഹനങ്ങൾക്ക് നമുക്ക് 4 വർഷം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത്. എല്ലാ 60,000 കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് വരുന്നത്. 1 ഇയർ 60,000 കിലോമീറ്ററിൽ നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യണം. 4 വർഷം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്ററാണ് എൻജിൻ, ഗിയർ ബോക്സ്, ഡ്രൈവ് ലൈനിന് നമുക്ക് വാറണ്ടി വരുന്നത്. ഈ ചേസിൽ തന്നെ നമുക്ക് കംപ്രസർ ഇല്ലാത്ത, അതായത് 12 വോൾട്ട് വാഹനവും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ സ്റ്റേജ് ഗാരേജ് ആപ്ലിക്കേഷന് വേണമെങ്കിലും ഈ ചേസസ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കാളും ഈ വാഹനത്തേക്കാൾ ഒരു 1.5 ലക്ഷം രൂപ ചേസിന് വിലക്കുറവുണ്ടാവും. ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിന്റെ, അതായത് കംപ്രസർ ഉള്ള വാഹനത്തിന്റെ വില വരുന്നത് 20. നമസ്കാരം, പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഇന്ന് പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ എറണാകുളത്ത് ആലങ്ങാട് യാർഡിലാണ് വന്നിരിക്കുന്നത്. ഇന്നിവിടെ ഒരു പുലിക്കുട്ടിനെയും കൂടി, പുതിയൊരു പുലിക്കുട്ടിനെ പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത്. നമ്മള് 40 സീറ്റർ AC പുഷ് ബാക്ക് വാഹനം KSRTCക്കും അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മളുടെ മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിന്, അതായത് വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ 100-ൽ പരം വാഹനങ്ങൾ ഇന്ന് കേരള മാർക്കറ്റിൽ മാത്രം നമ്മൾ വിറ്റ ഒരു വാഹനമുണ്ട്. അതായത് മാർക്കോപോളോ 40 സീറ്റ് LPO 11.6 ഫുള്ളി ബിൽറ്റ് വാഹനങ്ങൾ വരുന്ന സെയിം ഷാസിയെ പരിചയപ്പെടുത്താനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷാസി നമ്മളുടെ ആലങ്ങാട് പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ യാർഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഷാസിയാണ് 11.6 5400 വീൽ ബേസിന്റെ ഷാസിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു. ഷാസി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഫ്രണ്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. സ്കെൽറ്റനാണ്. ഇപ്പോൾ ഈ വാഹനത്തിൽ മാർക്കോപോളോ ബോഡി കൂടാതെ നമുക്കിപ്പോൾ ഓജസ്, ശിശിര അല്ലെങ്കിൽ പ്രകാശ്, അങ്ങനെ പലവിധമായ ബോഡി ചെയ്തു വരുമ്പോഴാണ് ഈ വാഹനത്തിന്റെ യഥാർത്ഥ ലുക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ഷാസിയെ കുറിച്ച് എന്തൊക്കെയാണ് വണ്ടിയിൽ വരുന്നതെന്ന് നമുക്ക് ഒരു ഷാസി കാണുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. നമ്മൾ ബോഡി ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ സ്ട്രൈറ്റ് അവേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാസി ഓടി വരുമ്പോഴേക്കും നമ്മളൊരു എന്താ പറയുക, ഒരു കനോപ്പി നൽകിയിട്ടുണ്ടാവും. ആ കനോപ്പിയാണ് ഈ കാണുന്നത്. ഡ്രൈവർക്ക് മഴയും അതുപോലെ തന്നെ കാറ്റ് പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കനോപ്പി ഉണ്ടാവും. എല്ലാ ഷാസികളിലും വരുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ വരുമ്പോഴേക്കും നേരെ നമ്മൾ ഷാസിയിൽ കാണുന്നത്, നേരെ നമുക്ക് കാണാം 2 സൈഡിൽ നമ്മളുടെ ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റ്സ് ഈ പറഞ്ഞ പോലെ ബോഡി ചെയ്യുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് തന്നെ വെക്കണം എന്നില്ല. മിക്കവാറും പുതിയ ടൈപ്പിൽ, വോൾവോ ടൈപ്പിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെഡ്ലൈറ്റ്സ് ഒക്കെയാണ് ബോഡി ബിൽഡേഴ്സ് അവർ ചെയ്യാറുള്ളത്. അപ്പം ചേസ് വരുമ്പോൾ ഇറ്റ്സെൽഫ് ഇത് കിടക്കുന്നുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റ്സ്, 2 ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന ഈ വയറിംഗ് ഹാർനസ് ആണ് ഈ കാണുന്നത്. പല രീതിയിലേക്ക് വരുന്ന വയറിംഗ് ഹാർനസ് ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നേരെ ഫ്രണ്ടിൽ കാണുന്നത് എയർ ഇൻടേക്ക് ആണ്. താഴെ നിന്നാണ് എയർ ഇൻടേക്ക്, അതായത് ഇങ്ങനെ പുറത്ത് കാണുന്ന രീതിയിലായിരിക്കില്ല. ഇവിടെ താഴെ നിന്നാണ് എയർ ഇൻടേക്ക് ചെയ്യുന്നത്. ഇത് കാണിച്ചെന്താണെന്ന് വെച്ചാൽ ചേസിൽ വരുമ്പോൾ വൈപ്പർ മോട്ടർ വരുന്നില്ല. നിലവിൽ വൈപ്പർ മോട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. വണ്ടി ഓടി വരുമ്പോഴേക്കും മഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. നേരത്തെ നമ്മൾക്ക് വൈപ്പർ മോട്ടർ വന്നിരുന്നു, ഇപ്പോൾ വൈപ്പർ മോട്ടർ വരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ റേഡിയേറ്റർ, ഇവിടെ നേരെ നമുക്ക് റേഡിയേറ്റർ കാണാം. ഇവിടെ ഓപ്പൺ ആയിട്ട്, ഇവിടെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. റേഡിയേറ്ററിന്റെ ക്യാപ്പ് നമുക്ക് ഇവിടെ ആയിരിക്കും പറ്റുന്നത്. അതായത് ബോഡി ബിൽഡിങ് കഴിയുമ്പോഴേക്കും ബോണറ്റിന്റെ മുകളിൽ നിന്നായിരിക്കും, അതായത് അകത്ത് ആയിരിക്കും റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നു. റേഡിയേറ്ററിന്റെ ക്യാപ്പ് ഇവിടെ ആയിരിക്കും തന്നെ. അതുപോലെ തന്നെ ആണ് ഇവിടെ നമുക്ക് വൈപ്പറിന്റെ ടാങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
വീണ്ടും നമുക്ക് ചേസസിന്റെ നമുക്ക് ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ പവർ സ്റ്റിയറിംഗ് ബോക്സ് കാണാം. ഇസഡ്എഫിന്റെ പവർ സ്റ്റിയറിംഗ് ബോക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പിന്നെ പവർ സ്റ്റിയറിംഗ് റാഡ് കാണാം. അപ്പൊ നമുക്കിവിടെ നമ്മൾ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും, ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ജസ്റ്റ് ഒരു ചവിട്ടി കയറാനുള്ള ഒരു ഹാൻഡിൽ മാത്രമാണ്, ഒരു ഫുഡ് റെസ്റ്റ് നീളത്തിലുള്ള ഇതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ എയർ ഫിൽട്ടർ ഇവിടെയാണ്, അതായത് ഡ്രൈവർ സൈഡിലാണ് എയർ ഫിൽട്ടർ നൽകിയിരിക്കുന്നത്. വാഹനം LPO മോഡലാണ്, 11.6 LPO മോഡലാണ്. LPO എന്ന് പറഞ്ഞാൽ തന്നെ ഫ്രണ്ട് ഓവർഹാങ് കൂടിയ വാഹനമാണ്. അതുകൊണ്ടാണ് ഇവിടെ എയർ ഫിൽട്ടർ വെച്ചേക്കുന്നത്. റൈറ്റ് സൈഡിൽ ഫ്രണ്ടിലായിരിക്കും ഡോർ വരുന്നത്. റൈറ്റ് സൈഡ് ഫ്രണ്ടിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, അവിടെ വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. അതിൽ ചേസിന്റെ അകത്തായിട്ടാണ് കംപ്രസർ വരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട് LPO മോഡൽ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഓവർഹാങ് കൂടുതലാണ്. അതായത് ഈ വാഹനത്തിന്റെ വീൽ ബേസ് 5400 mm ആണ്. ഫ്രണ്ട് ഓവർഹാങ് വന്നിട്ട് 1800 mm ആണ്. അതായത് ഫ്രണ്ട് വീലിന്റെ സെന്റർ തുടങ്ങിയിട്ട് ഫ്രണ്ട് എൻഡ് വരെ വരുമ്പോഴേക്ക് 1800 mm ഫ്രണ്ട് ഓവർഹാങ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴേക്കും നേരെ നമുക്ക് ഞാൻ പറഞ്ഞു LPO മോഡലിന്റെ ഈ ഒരു വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1800 mm ആണ് ഫ്രണ്ട് ഓവർഹാങ് വരുന്നത്. ഇവിടെയാണ് നമുക്ക് എന്താ ഫ്യൂസ് ബോക്സ് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നല്ലൊരു കവറിങ് നൽകിയിട്ടുണ്ട്, മഴയും വെയിലൊന്നും കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 5400 വീൽ ബേസ് കംപ്രസർ ഉള്ള ചേസസ് ആണ്. അതായത് AC കംപ്രസർ ഇൻബിൽട്ട് വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. ഇവിടെയായിട്ടാണ് കംപ്രസർ നൽകിയിരിക്കുന്നത്. ഇത് കംപ്രസറിന്റെ ബെൽറ്റാണ് ഈ കാണുന്നത്. 240 cc AITTR എന്ന കമ്പനിയുടെ കംപ്രസറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പം വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3.3 ലിറ്റർ എഞ്ചിനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 3300 cc 160 ഹോഴ്സ് പവർ വാഹനമാണ്. 475 Nm ടോർക്കാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഇത് നമ്മളുടെ എല്ലാ വീഡിയോയിലും, നമ്മൾ 40 സീറ്റ് വീഡിയോയിലൊക്കെ നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും 160 ഹോഴ്സ് പവറിന്റെ 475 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന 3300 cc എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അപ്പം പാരബോളിക് സസ്പെൻഷനാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് പാരബോളിക് 4 ലീഫ് സ്പ്രിങ്സ് ആണ്, 4 സ്പ്രിങ്സ് ആണ് നൽകിയിരിക്കുന്നത്. പാരബോളിക് സസ്പെൻഷൻ വിത്ത് ഫ്രണ്ട് ആന്റി റോൾ ബാർസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ MRFന്റെ ടയറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 235/75R 17.5 റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ പുറകിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു 24 വോൾട്ട്, അതായത് 24 വോൾട്ട് ബാറ്ററിയാണ്, 120 Hന്റെ ബാറ്ററിയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ 150 ആംസ് ആണ് ഇതിന്റെ ഓൾട്ടർനേറ്റർ കപ്പാസിറ്റി വരുന്നത്. അതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അതായത് നമുക്ക് AC റൂഫ് യൂണിറ്റും അതുപോലെ തന്നെ ഡക്റ്റും കാര്യങ്ങളും ബോഡി ബിൽഡിങ്ങിൽ പിടിപ്പിച്ചാൽ മതിയാവും. ബാക്കിയുള്ളതെല്ലാവരും നമുക്ക് ചേസസിൽ തന്നെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ മുൻ വീഡിയോകളിൽ നമ്മളുടെ 1680 വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ടാറ്റ മോട്ടോഴ്സ് BS6 വാഹനങ്ങളിൽ ഷാസിയുടെ പ്ലാറ്റ്ഫോം മോഡുലാരിറ്റി വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ കണ്ട മനസ്സിലാവും. അതായത് സ്ട്രെയിറ്റ് ഫ്രെയിം ചേസസ് ആണ്. ഈ ചേസസിൽ ഹൈറ്റ് വളവോ അല്ലെങ്കിൽ എന്താ പറയുക, ചില കമ്പനികൾ നേരത്തെ നമ്മളുടെ തന്നെ കമ്പനിയുടെ ആയാലും ഇങ്ങനെ ഒരു കർവൊക്കെ ആയിട്ട് വന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് വന്നിട്ട് ചേസസ് അല്പം കൂടി വീതി കുറഞ്ഞിട്ട് ഒക്കെ ആയിരുന്നു നേരത്തെ വന്നിരുന്നത്. അതുപോലെ ചെറിയൊരു ബമ്പ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ എല്ലാ വാഹനങ്ങളും ടാറ്റ മോട്ടോഴ്സിന്റെ ഷാസി വരുന്ന ബെസ്റ്റ് ഷാസിയിലെല്ലാം തന്നെ ചേസസ് മോഡുലാരിറ്റി വരുത്തിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോം മോഡുലാരിറ്റി വരുത്തിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളിലും ചേസസ് ഇത്തരത്തിൽ സ്ട്രെയിറ്റ് ഫ്രെയിം ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവിടെ ഗിയർ ബോക്സ് കാണാം. ഞാൻ ഗിയർ ബോക്സ് പറഞ്ഞില്ല, GBS 550 ഗിയർ ബോക്സ് ആണ് വിത്ത് കേബിൾ ഗിയറിംഗ് ആണ്. ഗിയർ ലിവറിന്റെ താഴെ നിങ്ങൾക്ക് കാണാം കേബിൾ ഇങ്ങനെ പോയിരിക്കുന്നത്. വിത്ത് കേബിൾ ഗിയറിംഗ് ആയിട്ടുള്ള 550 ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 6 ഫോർവേഡും ഒരു റിവേഴ്സും ആണ് ഈ ഗിയർ ബോക്സിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ നമ്മൾ ചേസസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 3 പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 3 പീസ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രൊപ്പല്ലർ ഷാഫ്റ്റിനും മൗൾഡിങ്ങിനും വളരെയധികം പ്രത്യേകത ഉണ്ട്. അതായത് നോയ്സും വൈബ്രേഷനും ഒക്കെ കുറയ്ക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഈ 3 പീസിൽ
ചെയ്തിരിക്കുന്നത്. ഓരോ ജോയിന്റിലും അതിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാം. ഇത് പുതിയ ഒരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ വീൽ ബേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. 5400 mm വീൽ ബേസ് ആണ്. 5400 mm വീൽ ബേസ്. ഈ ചേസിന്റെ ഓവറോൾ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10.44 മീറ്റർ ആണ്. അതായത് 10440 mm ആണ് ചേസസിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വീണ്ടും നമുക്ക് പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ഞാൻ പറഞ്ഞു, 3 പീസിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വരുന്നു. നമുക്കിവിടെ കാണാം, ഇത് എയർ ടാങ്ക് ആണ് വരുന്നത്. നേരത്തെ എയർ ടാങ്ക് നമ്മൾ ഡ്യുവൽ എയർ ടാങ്ക്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ സിംഗിൾ എയർ ടാങ്ക് ആണ്, പക്ഷെ ഇതിന് 2 ചേംബർ ഉണ്ട്. വലിയ ബിഗർ സൈസിലുള്ള എയർ ടാങ്ക് ആണ്, പക്ഷെ 2 ചേംബർ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാറ്റ്കോന്റെ എയർ സിസ്റ്റവും നമുക്കിവിടെ കാണാൻ പറ്റും. പാരബോളിക് സസ്പെൻഷൻ തന്നെ നമുക്കിവിടെയും കാണാം. വിത്ത് റിയർ സൈഡിൽ നമുക്ക് ആന്റി റോഡ് ബാസ് ഉണ്ട്, അതും കാണാൻ പറ്റും. 6 വീൽ വണ്ടിയാണ്. ഇനി റിയർ സൈഡിൽ നമ്മളുടെ റിയർ ഓവർഹാങ് വന്നിട്ട് 3100 mm ആണ് റിയർ ഓവർഹാങ്. അതായത് റിയർ ടയറിന്റെ സെൻട്രൽ പോർഷൻ തുടങ്ങിയിട്ട് ചേസസിന്റെ റിയർ എൻഡ് വരെയുള്ള ലെങ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3100 mm ആണ് റിയർ ഓവർഹാങ് വരുന്നത്. ഇപ്പൊ നമ്മളുടെ സ്റ്റെപ്പിന് ഇവിടെ സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പിന് നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ ഉചിതമായ സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റാം. എന്താണ് ഇപ്പൊ ഈ ചാസിയുടെ ഒരു ആവശ്യകത? ഇതിപ്പോ ഒരു കസ്റ്റമർക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. കസ്റ്റമറുടെ വാഹനം ബോഡി ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ പല നമ്മളുടെ കമ്പനി ബോഡി വാഹനങ്ങൾ വരുമ്പോഴും ചില സമയങ്ങളിൽ പറയാറുണ്ട്, ഇപ്പൊ നമ്മുടെ 40 സീറ്റ് വാഹനമായാലും ചേസ് ബോഡി വന്ന് വണ്ടി രജിസ്ട്രേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രിപ്പൊക്കെ തുടങ്ങുന്ന ചില ആളുകൾ നമുക്ക് അതിന്റെ ഡിക്കി സൈസ് പോരാതെ വരുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് പറയാറുണ്ട്. അപ്പോൾ അവര് ഡിക്കി അല്പം വലുതാക്കാറുണ്ട്. റിയർ സൈഡിൽ ചിലപ്പോൾ സീറ്റ് പൊക്കുകയും ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഡിക്കേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പോൾ ഒരു പാക്കേജ് അല്ലെങ്കിൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഓപ്പറേറ്ററെ സംബന്ധിച്ച് കൂടുതൽ ഡിക്കിയും, അതായത് പാക്കേജ് ട്രിപ്സ് കൂടുതലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു 10 ദിവസം 15 ദിവസം ഒക്കെ ആയിട്ടുള്ള പാക്കേജസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അല്പം കൂടി വലിയ ഡിക്കിയും നല്ല രീതിയിൽ നമുക്ക് ചേസസ് എടുത്ത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളുടെ ഈ ഒരു കസ്റ്റമർ ഈ 5400 വീൽ ബേസിൽ, എനിക്ക് തോന്നുന്നു ഈ ഒരു വീൽ ബേസിൽ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു ചേസ് എടുത്ത് ബോഡി ബിൽഡിങ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം കമ്പനി ബോഡി 40 സീറ്റാണ് വന്നതെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചേസ് എടുത്തിട്ട് ബോഡി കെട്ടുമ്പോൾ കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം അപ് ടു 40 സീറ്റ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും 2x2-ല്. അപ്പോൾ എത്രയാണ് സീറ്റ് ചെയ്യാൻ പോണെന്ന് നിലവിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 2x2-ല് നമുക്ക് 40 ചെയ്യാം. ഇനി 2x1 ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 സീറ്റ് വരെയും നമുക്ക് വാഹനത്തിന് ചെയ്യാൻ പറ്റും. അതായത് 2x1 ആണെന്നുണ്ടെങ്കിൽ മെഗാ മാഗ്നം സീറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മഹാരാജ കൈൻഡ് ഓഫ് സീറ്റ്സ് ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. ഫിക്സഡ് ഗ്ലാസ്സിലൊക്കെ വാഹനം ചെയ്യാൻ പറ്റും. അതായത് പക്ക പാക്കേജ് ഓപ്പറേഷൻസിൽ ഫിക്സഡ് ഗ്ലാസ് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രീമിയം ലെവലിൽ ബോഡി ചെയ്ത് നമുക്ക് ഈ ചേസിനെ മാറ്റാവുന്നതാണ്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളുടെ വണ്ടിയുടെ ഡ്രൈവർ ക്യാബിനായിട്ട് രൂപാന്തരപ്പെടാൻ പോകുന്ന സ്ഥലം. അപ്പൊ നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ക്ലസ്റ്ററിൽ വന്നേക്കുന്നത്, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നേരെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ എയർ സസ്പെൻഡഡ് സീറ്റാണ് നമ്മൾ എല്ലാ വാഹനങ്ങളിലും. ഇപ്പം നമ്മളുടെ മാർക്കോ പോളോ ഫുള്ളി ബിൽഡ് വാഹനങ്ങളിൽ എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളുടെ 3 സ്പോക്ക് പവർ സ്റ്റിയറിംഗ് ആണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് പവർ സ്റ്റിയറിംഗ് ഇതൊക്കെ നമ്മളുടെ എല്ലാ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ. ഓക്കെ, 3 സ്പോക്ക് പവർ സ്റ്റിയറിംഗ് വിത്ത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക്. വീണ്ടും നമ്മളുടെ ഡിജിറ്റൽ അൾട്രാ ക്ലസ്റ്റർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കവറൊക്കെ ചെയ്ത് മൂടി നല്ലൊരു വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മളുടെ വണ്ടിയുടെ, അതായത് ലൈറ്റ് മോഡ്, ഹെവി മോഡ് ആപ്ലിക്കേഷനുള്ള സ്വിച്ചസും അതിൻ്റെ വയറിങ്സും എല്ലാം ഇവിടെ ഒരു സെറ്റ് ഓഫ് ഒരു പീസ് ഓഫ് ഇതിൽ ക്ലസ്റ്ററിൻ്റെ പീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ ബോഡി ബിൽഡർ അവരുടെ ഡാഷ്ബോർഡിൻ്റെ ആ ഒരു സെറ്റിങ്സിൽ വെച്ചിട്ട് അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സൂട്ടബിൾ ആയിട്ട് അവരത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നമുക്കറിയാം നമ്മൾ ഹെഡ്ലൈറ്റ് ആണ്, ഹെഡ്ലൈറ്റിൻ്റെ ഓപ്പറേഷൻസ് ആണ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഈ വാഹനത്തിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്.
അൾട്രാ സീരീസിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിവർ ഇതിൽ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ ആയിരിക്കും വൈപ്പർ നമുക്ക് വർക്കിങ്സ് വരുന്നത്. അപ്പോൾ നിലവിൽ ഇതിൽ ഞാൻ പറഞ്ഞു വൈപ്പർ മോഡൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിപ്പോൾ ഇതിൽ നമുക്ക് കാണിക്കാൻ വകുപ്പില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു 550 ഗിയർ ബോക്സ് ആണ്, കേബിൾ ഗിയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാനിത് ഒന്ന് കാണിക്കുകയാണ് എങ്ങനെയാണിത് വർക്കിംഗ്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാം. കാരണം ഇതിന് നിലവിൽ എൻജിൻ ഹുഡില്ല. ചേസസ് വരുമ്പോഴേക്കും നമ്മളുടെ ഇപ്പോൾ നമ്മൾ റൂട്ട് ബസ്സിൻ്റെ ചേസസ് 16-18 ചെയ്തായിരുന്നു. പക്ഷേ അതിന് നമുക്ക് എൻജിൻ ഹുഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 സിലിണ്ടർ വാഹനങ്ങളിൽ, അതായത് നമുക്ക് ചെറിയ ടയറുള്ള ICV കാറ്റഗറിയിലുള്ള വാഹനങ്ങളിൽ നമുക്ക് എൻജിൻ ഹുഡ് വരുന്നില്ല. അപ്പോൾ എന്താണ് വാഹനത്തിൻ്റെ യഥാർത്ഥ എൻജിൻ സൗണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ഓഫാണ്, അത് ഓണാക്കി. നമുക്കൊന്ന് വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബോണറ്റ് പണിയാതെ ഇത് കവറിങ്ങൊന്നും ഇല്ലാതെ തന്നെ സൗണ്ട് കുറവാണ്. പക്ഷെ നമ്മൾ ഒരു പുള്ളിയിലേക്ക് ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു പക്ക സൈലൻസ് അല്ല, ചെറിയ രീതിയിൽ നമുക്ക് അതറിയാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം കറക്റ്റ് വൈബ്രേഷൻ എന്തെങ്കിലും ഉണ്ടാകും. ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയ. പക്ഷേ എന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫാൻ വളരെ വലിയ ഫാനാണ് വരുന്നത്. നല്ല കാറ്റിനോട് അടിക്കുന്നുണ്ട്. അപ്പൊ എഞ്ചിൻ തണുക്കുന്ന രീതിയിൽ വളരെ വലുപ്പത്തിലുള്ള ഫാൻ തന്നെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 3.3 ലിറ്റർ എഞ്ചിനാണ്. ഞാൻ എല്ലാ രീതിയിൽ പറയുന്നതാണ്. വേണ്ടതിൽ വണ്ടിക്ക് മോസ്റ്റ് ഇൻവെസ്റ്ററാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഇത് ഞാൻ പറഞ്ഞ 5400 വീൽ ബേസ് വാഹനമാണ്. അൾട്രാ സീരീസിലെ ഏറ്റവും നീളം കൂടിയ വീൽ ബേസ് ഉള്ള വാഹനമാണ് 5400. ഇതിൽ തന്നെ നമുക്കിനി 4400 വീൽ ബേസ് വാഹനമുണ്ട്. ഓൾറെഡി നന്ദു ട്രാവൽസിന് വേണ്ടിയിട്ട് 34 സീറ്റ് വണ്ടി ഓൾറെഡി നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റ അൾട്രാ 8.6 4400 വീൽ ബേസിലും ഈ സെയിം എഞ്ചിനിൽ നമുക്ക് വാഹനം വരുന്നുണ്ട്. അപ്പം അൾട്രാ സീരീസ് വാഹനങ്ങൾക്ക് നമുക്ക് 4 വർഷം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്ററാണ് വാറണ്ടി വരുന്നത്. എല്ലാ 60,000 കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് വരുന്നത്. 1 ഇയർ 60,000 കിലോമീറ്ററിൽ നമ്മൾ പീരിയോഡിക് സർവീസ് ചെയ്യണം. 4 വർഷം അല്ലെങ്കിൽ 4 ലക്ഷം കിലോമീറ്ററാണ് എൻജിൻ, ഗിയർ ബോക്സ്, ഡ്രൈവ് ലൈനിന് നമുക്ക് വാറണ്ടി വരുന്നത്. ഈ ചേസിൽ തന്നെ നമുക്ക് കംപ്രസർ ഇല്ലാത്ത, അതായത് 12 വോൾട്ട് വാഹനവും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ സ്റ്റേജ് ഗാരേജ് ആപ്ലിക്കേഷന് വേണമെങ്കിലും ഈ ചേസസ് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഇതിനേക്കാളും ഈ വാഹനത്തേക്കാൾ ഒരു 1.5 ലക്ഷം രൂപ ചേസിന് വിലക്കുറവുണ്ടാവും. ഇപ്പോൾ നിലവിൽ ഈ വാഹനത്തിൻ്റെ, അതായത് കംപ്രസർ ഉള്ള വാഹനത്തിൻ്റെ വില വരുന്നത് 24,75,000 രൂപ അടുത്താണ്. അതിൽ നമുക്ക് ബെറ്റർ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2025 മോഡൽ ചേസസിൻ്റെ ബുക്കിങ്ങും ഇപ്പോൾ പോപ്പുലർ മെഗാ മോട്ടോഴ്സിൻ്റെ, ടാറ്റയുടെ ഓൾ കേരള ഡീലറായ പോപ്പുലർ മെഗാ മോട്ടോഴ്സിൻ്റെ ഷോറൂംസിൽ നിങ്ങൾക്ക് 2025 മോഡലിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ബിൽറ്റ് വാഹനങ്ങളിൽ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സിന് തീർച്ചയായിട്ടും ടാറ്റ അൾട്രാ സീരീസ് വാഹനങ്ങൾ ടൂറിസ്റ്റ് പർപ്പസിന് ബോഡി ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായ വാഹനങ്ങളാണ്. അപ്പോൾ അൾട്രാ സീരീസിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ ബോഡി ബിൽഡ് ചെയ്യുന്നതിന് നമ്മളുടെ ചേസസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ ഓഫേഴ്സ് അറിയാനായിട്ട് ടാറ്റയുടെ ഓൾ കേരള ഡീലറായ പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ടാറ്റ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് പോപ്പുലർ മെഗാ മോട്ടോഴ്സിന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.